പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കടമ നിർവഹിച്ച ദാസന്റെ ഉപമയിലൂടെ ഈ തിരുവചനം നമുക്ക് വലിയൊരു വെളിച്ചം പകരുന്നു. പ്രകാശത്തിൻ്റെ തിരുനാളായ ക്രിസ്മസിനു വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ ഇത് നമുക്ക് വലിയൊരു വെളിച്ചം പകരുന്നു. ഭൗമികമായ യജമാനന്മാർക്ക് ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ദാസരെ സംബന്ധിച്ചിടത്തോളം അവർ കൽപ്പിക്കപ്പെട്ടത് ചെയ്തു കഴിയുമ്പോൾ ആ ദാസന് യജമാനൻ നന്ദി പറയുമോ? അവൻ കടമ നിർവഹിച്ചതല്ലേ ഉള്ളൂ. ഭൗമിക യജമാനനോട് കടപ്പെട്ട ദാസർക്ക് ഇത്ര വലിയ കടമയുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗീയ യജമാനന്റെ ശുശ്രൂഷകരല്ലേ നമ്മൾ? ദൈവത്തിൻ്റെ ദാസരല്ലേ നമ്മൾ? ദൈവത്തിൻ്റെ ദാസരാണെങ്കിൽ ദൈവ തിരുനാമ മഹത്വത്തിനായുള്ള ശുശ്രൂഷയിൽ സദാ മുഴുകേണ്ടവരാണ് നമ്മൾ. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെ അവിടെ നിന്ന് നിർവഹിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നമ്മുടെ ധർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നാം ജീവിക്കണം. മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശങ്ങൾ 4 ഒന്നാമതായി ദൈവ തിരുനാമം മഹത്വപ്പെടുത്തുക, അഥവാ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. യേശു മനുഷ്യനായി അവതരിച്ച് മനുഷ്യ മക്കളുടെ പക്കലേക്ക് വന്നത് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനാണ്. അതുവഴി ദൈവം മഹത്വപ്പെടുന്നു, ലോകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവപിതാവിനെയും പുത്രൻ തമ്പുരാനെയും പരിശുദ്ധാത്മാവിനെയും ത്രിത്വരഹസ്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് മനുഷ്യാവതാരത്തിൻ്റെ ഒരു ഉദ്ദേശം. രണ്ടാമതായി ലോകത്തെ വിശുദ്ധീകരിക്കുക, മനുഷ്യകുലത്തെയും ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കുക. മൂന്നാമതായി മനുഷ്യനെ തിന്മയുടെ അടിമത്വത്തിൽ നിന്ന് നിത്യജീവന്റെ തുറമുഖത്തേക്ക് നയിക്കുക, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുക. നാലാമതായി മനുഷ്യകുലത്തെ മുഴുവനും ദൈവത്തിൽ ഏകീകരിക്കുക. യേശു മനുഷ്യനായി അവതരിച്ച് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയാണ്. കടമ നിർവഹിച്ച ദാസന്റെ ഈ ഉപമയിലൂടെ സ്വർഗീയ യജമാനനോടുള്ള നമ്മുടെ കടമകൾ എങ്ങനെ നിർവഹിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ശിഷ്യരോരോരുത്തരും സ്വർഗീയ യജമാനനായ ദൈവത്തിൻ്റെ ദാസരായ നാം ഓരോരുത്തരും അങ്ങിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ടവരാണ്. മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. കർത്താവ് തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കി ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തു. പക്ഷെ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മെ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ ധർമ്മം എന്തെന്ന് തിരിച്ചറിയണം. മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്ത് ജീവിക്കണം. ഉടമ്പടി ജനമെന്ന നിലയിൽ നമ്മൾ അവിടുത്തെ രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവുമായി ജീവിച്ചുകൊണ്ട് രാജകീയ പുരോഹിത പ്രവാചക ധർമ്മങ്ങൾ നിറവേറ്റണം. അതുവഴി ലോകത്തെ വിശുദ്ധീകരിച്ച് ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് ആനയിക്കണം. കർത്താവിൻ്റെ തിരുരക്തത്താൽ ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കപ്പെട്ടവരെന്ന നിലയിൽ, വീണ്ടെടുക്കപ്പെട്ടവരെന്ന നിലയിൽ രക്ഷയുടെ അനുഗ്രഹം അവകാശമായി ലഭിച്ചതല്ല, ദാനമായി ലഭിച്ചതാണ്. ഈ ദാനം സ്വീകരിച്ചവർക്ക് വലിയ ധർമ്മമുണ്ട്.
ആ ധർമ്മം മറ്റൊന്നുമല്ല, ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി ദൈവനീതി ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കണം, ദൈവഭരണം സംജാതമാക്കണം. ദൈവപിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി അവിടത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്താനും അങ്ങയുടെ ഭരണത്തിൻ കീഴിലാകാനും തിന്മയുടെ ആധിപത്യത്തെ തകർക്കാനും. രണ്ടാമതായി, മനുഷ്യകുലത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് ഐക്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് നമ്മുടെ ധർമ്മമാണ്. ഈ ധർമ്മം നിറവേറ്റി ജീവിക്കേണ്ടവരാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങും, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യും. അതിനെല്ലാം ഫലമായിട്ട് പ്രതിഫലമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെന്നാണ് നമ്മൾ ധരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. സൗജന്യദാനമായ രക്ഷ ക്രിസ്തുവിലൂടെ സ്വീകരിച്ചവരെന്ന നിലയിൽ ഈ സൗജന്യദാനം സ്വീകരിച്ച നമ്മുടെ ധർമ്മമാണ് അവിടുത്തെ ശുശ്രൂഷിക്കുക. ഇത് തിരിച്ചറിയാൻ, ഇതിനാണ് കടമ നിർവഹിച്ച ദാസന്റെ ഉപമ എടുത്തു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുകയില്ലല്ലോ, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയണം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് ദൈവവചനം പ്രഘോഷിച്ച് ദൈവമക്കളെ ദൈവത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കുകയും ഭൂമിയിൽ ദൈവഭരണം സംജാതമാകാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിച്ചിട്ട് ഇതെല്ലാം ഞാൻ ചെയ്ത എൻ്റെ യോഗ്യതയാണ്, ഇതിന് പ്രതിഫലമായിട്ട് ദൈവം തരുന്നതാണ് രക്ഷയുടെ അനുഭവം, രക്ഷാ വാഗ്ദാനം എന്നൊക്കെ ധരിച്ചേക്കാം. പ്രിയമുള്ളവരെ, അല്ല. നമ്മൾ സൗജന്യദാനമായി അവിടുത്തെ കൃപ സ്വീകരിച്ചു. അവിടുത്തെ പുത്രന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. അവിടുത്തെ രാജ്യവും പുരോഹിതരും പ്രവാചകരുമായി നമ്മൾ ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടത്തേക്ക് വേണ്ടി മാത്രമായി വേർതിരിക്കപ്പെട്ട ജനമാണ്, വിശുദ്ധ ജനമാണ് നാം. ദൈവത്തിനു വേണ്ടി മാത്രം വിശുദ്ധീകരിച്ചു വേർതിരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടവർ. അതുകൊണ്ട് നമ്മുടെ ധർമ്മം മനസ്സിലാക്കി ദൈവരാജ്യ ശുശ്രൂഷയിൽ മുഴുകണം. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസരായി തിരുഹിതം പൂർത്തിയാക്കണം. ദൈവഭരണം ഈ ഭൂമിയിൽ സംജാതമാകാനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കു വേണ്ടിയും ദൈവതിരുനാമം മഹത്വപ്പെടാൻ വേണ്ടിയും നാം നിരന്തരം ശുശ്രൂഷിക്കണം. ഇത് നമ്മുടെ ധർമ്മമാണ്. ഈ ധർമ്മം നിറവേറ്റിയിട്ട് പറയണം, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചതേ ഉള്ളൂ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്. ദൈവമേ, അങ്ങ് പരമേൽപ്പിച്ച ഈ വലിയ ധർമ്മം നിറവേറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കടമ വിശ്വസ്തയോടെ നിറവേറ്റുവാനും അങ്ങയുടെ വിശ്വസ്ത ദാസരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിരന്തരം തമ്പുരാനോട് നമുക്ക് അപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, പ്രകാശത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ പ്രത്യേകമായി കർത്താവ് നമുക്ക് ഉൾവെളിച്ചം തരുകയല്ലേ? ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ എപ്രകാരം മുഴുകണമെന്ന് ഈ വെളിച്ചം സ്വീകരിച്ച് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാം, ഈ വെളിച്ചത്തിന് സാക്ഷികളായി തീരാം. ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവമക്കൾക്ക് പകർന്നു നൽകാനും ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനും ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസരായി ശുശ്രൂഷ ചെയ്യാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.